ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു EC2ൻ്റെ EBS വോളിയം എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ആ വോളിയം എൻക്രിപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വോളിയം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് EC2ൻ്റെ ഡാഷ്ബോർഡിലാണ്. അവിടെ ഓൾറെഡി എൻ്റെ ഒരു വിൻഡോസ് സെർവർ റണ്ണിങ് ആണ്. ആ വോളിയമാണ് ഞാൻ എൻക്രിപ്റ്റ് ചെയ്യാൻ പോണത്. അതിന് മുന്നേ നമുക്കൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കണം. ആ ടൈമിൽ എങ്ങനെ എൻക്രിപ്ഷൻ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുത്തു, ഏതെങ്കിലും ഒരു AMI സെലക്ട് ചെയ്തു, ടൈപ്പ് സെലക്ട് ചെയ്തു, കോൺഫിഗറേഷൻ ആഡ് സ്റ്റോറേജ് സെക്ഷനിൽ വരുമ്പോൾ വന്നതിന് ശേഷം അവിടെ നമുക്ക് EBS വോളിയം സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ ഉണ്ട്. അവിടെ ഏറ്റവും ലാസ്റ്റ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻക്രിപ്ഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് റിവ്യൂവിൻ്റെ സെക്ഷനിൽ നമുക്ക് സ്റ്റോറേജിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അവിടെ ആ വോളിയം എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ലോഞ്ച് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ആ വോളിയം എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് അക്കൗണ്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. EBS വോളിയം എൻക്രിപ്ഷൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടൊരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുമ്പോൾ അത് എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ നേരെ എൻ്റെ എക്സിസ്റ്റിംഗ് വിൻഡോസ് സെർവറാണ്, അതിൻ്റെ വോളിയം ഇപ്പോൾ എൻക്രിപ്റ്റഡ് അല്ല, അതാണ് ഞാൻ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. ഞാനിപ്പോൾ സെർവർ സെലക്ട് ചെയ്തു. അതിൻ്റെ സ്റ്റോറേജിൽ വന്നു കഴിഞ്ഞാൽ കാണാം എൻക്രിപ്റ്റഡ് നോ ആണ്. അതേപോലെ തന്നെ 30 GB ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ വോളിയമാണ് എൻക്രിപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു സേഫ്റ്റി ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഒന്നിലെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ സെറ്റിങ്സ് ആക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇമേജ് ആൻഡ് ടെംപ്ലേറ്റിൽ പോയി കഴിഞ്ഞാൽ എടുത്ത് വെക്കണമെങ്കിൽ വെക്കാം. എന്നിട്ട് എൻക്രിപ്റ്റ് ചെയ്യണമായിരിക്കും സേഫായിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് എടുത്താലും മതി. നമുക്ക് ആദ്യം തന്നെ സ്നാപ്ഷോട്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ഒരു ലൈവ് സെർവറാണ്, ഇത് റണ്ണിങ് ആണ്, ഒരുപാട് പേര് ആക്സസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ റണ്ണിങ് ആണെങ്കിൽ ഒരുപാട് പേര് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെർവറിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ നിർത്തണം. എന്നിട്ട് വേണം നമ്മൾ സ്നാപ്ഷോട്ട് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ സ്നാപ്ഷോട്ട് എടുത്തിരിക്കുമ്പോൾ പകുതി അത് കഴിഞ്ഞിട്ടുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഡൗൺ ടൈം നൈറ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പോയിട്ട് എന്തൊക്കെ കണക്ഷൻ ഉണ്ടോ അതെല്ലാം ഞാൻ തൽക്കാലം നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാം റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് സേവ് കൊടുത്തു. ഇപ്പോൾ ഈ സെർവറിലേക്ക് വേറെ കണക്ഷനൊന്നുമില്ല. അപ്പോൾ അടുത്തത് എനിക്ക് വേണ്ടത് ഈ EBS വോളിയത്തിൻ്റെ സ്നാപ്ഷോട്ട് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നേരെ ഇൻസ്റ്റൻസിൻ്റെ ഡാഷ്ബോർഡ് സെക്ഷനിലേക്ക് തന്നെ പോകാം. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ഏത് സോണാണ്, ഡിവൈസ് നെയിം ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം ഫസ്റ്റ് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റോറേജിൽ സെലക്ട് ചെയ്യുക. സ്റ്റോറേജിൽ വന്നതിന് ശേഷം നമുക്ക് ആ ഡിവൈസ് നെയിമും ഏത് സോണിലാണ് ഇത് റൺ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് പാഡിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ സ്റ്റോറേജ് സെലക്ട് ചെയ്തിട്ട് ഡിവൈസ് നെയിം SDA1 ആണ്. അത് മാറിപ്പോയി കഴിഞ്ഞാൽ എറർ അടിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എപ്പോഴും. അതേപോലെ തന്നെ സോൺ ഏതാണെന്നുള്ളത് നോക്കുക. സോൺ EC2 US East 2A ആണ്. അതേപോലെ തന്നെ വോളിയം വേണ്ടി വേണമെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം, കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടി. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ്. സോണും ഡിവൈസ് നെയിമുമാണ് ഇമ്പോർട്ടൻറ്റ്. സൈസ് 30 GB ആണ്, നമുക്കറിയാം. ഞാൻ ജസ്റ്റ് വോളിയം ഐഡിയും കൂടി ജസ്റ്റ് നോട്ട് ചെയ്യുവാണ്. അതേപോലെ തന്നെ ഡിലീറ്റ് ഓൺ ടെർമിനേഷൻ ആണ്. റൂട്ട് വോളിയം ആയതുകൊണ്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ ആ വോളിയം സെലക്ട് ചെയ്തിട്ട് പുതിയ ടാബ് ഓപ്പൺ ചെയ്യുവാണ്. വോളിയത്തിൻ്റെ സെക്ഷനിൽ പോയിട്ട് വേണം നമുക്ക് സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പുതിയ ടാബിൽ വന്നതിന് ശേഷം ഇവിടെ ഞാനിപ്പോൾ ഇതാണ് എൻ്റെ ഇൻ യൂസ് ആണ്, ഇതിൻ്റെ സ്റ്റേറ്റ് ആണ് ഇൻ യൂസ് ആണ്. അതേപോലെ തന്നെ സോണും ഡിവൈസ് നെയിമെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആക്ഷനിൽ പോയതിന് ശേഷം ക്രിയേറ്റ് സ്നാപ്ഷോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാനിപ്പോൾ EBS ഇപ്പോൾ നോട്ട് എൻക്രിപ്റ്റഡ് ആണ് ഈ വോളിയം. അപ്പോൾ ഞാൻ അൺഎൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞൊരു നെയിം കൊടുക്കുവാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അതേപോലെ ടാഗ് നെയിം എന്താണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ കൊടുക്കുക, ഇഷ്ടമുള്ളത് കൊടുക്കുക. ഞാൻ അത് തന്നെ കോപ്പി ചെയ്തിട്ട് ടാഗ് നെയിമും അത് തന്നെ കൊടുക്കുവാണ്. അപ്പോൾ നെയിം കൊടുത്തു, വാല്യൂവിൻ്റെ അവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു, ക്രിയേറ്റ് സ്നാപ്ഷോട്ട് എടുത്തു. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും സ്നാപ്ഷോട്ട്.
അപ്പോൾ ഇത് റിക്വസ്റ്റ് സക്സസ് ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യുക. നമുക്കിപ്പോൾ സ്നാപ്ഷോട്ടിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അത് സ്റ്റേറ്റ് പെൻഡിങ് ആയിരിക്കും. പെൻഡിങ് ആണ്, അത് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ സ്നാപ്ഷോട്ട് എടുത്തത് നോട്ട് എൻക്രിപ്റ്റഡ് ആണ്. ഇനി സ്നാപ്ഷോട്ട് എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് നമ്മളൊരു ഒരു വോളിയം കോപ്പി ചെയ്യും. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വോളിയത്തിൽ എൻക്രിപ്ഷൻ എനേബിൾ ചെയ്യണത്. അപ്പോൾ അതിപ്പോൾ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആണ്. നമുക്ക് അടുത്തത് ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കണം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്നാപ്ഷോട്ടിൽ നമ്മളൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യും. അവിടെയാണ് നമ്മൾ എൻക്രിപ്ഷൻ എനേബിൾ ചെയ്യണത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എൻക്രിപ്ഷൻ നോട്ട് എൻക്രിപ്റ്റഡ് ആണ് സ്റ്റാറ്റസ് ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോപ്പി ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആ സ്നാപ്ഷോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആക്ഷനിൽ പോയിട്ട് കോപ്പി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കോപ്പി സ്നാപ്ഷോട്ടിൻ്റെ ഓപ്ഷൻ വരും. സെയിം റീജിയൻ തന്നെ ആയിരിക്കണം കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ റീജിയൻ സെയിം തന്നെ കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതേപോലെ തന്നെ എൻക്രിപ്ഷൻ ടിക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എൻക്രിപ്ഷൻ ടിക്ക് എനേബിൾ ചെയ്തു. അതേപോലെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് മാറ്റുവാണ്. എൻക്രിപ്റ്റഡ് എന്നാക്കുവാണ്. അതേപോലെ തന്നെ കീ യൂസ് ചെയ്യുന്നത് AWSൻ്റെ ഡിഫോൾട്ട് കീ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റം കീ ഇവിടെ ഉണ്ടെങ്കിൽ കീ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കീയും അതിൻ്റെ ഡീറ്റെയിലും എല്ലാം കാണുന്നത്. നമുക്ക് ജസ്റ്റ് കോപ്പി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻക്രിപ്ഷൻ അത് പെൻഡിങ് ആണ് സ്റ്റാറ്റസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കുറച്ച് ടൈം എടുക്കും. നമുക്കൊരു നെയിം കൊടുക്കുക. ഞാൻ എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആകുന്നവരെ. ഇപ്പോൾ സ്റ്റാറ്റസ് പെൻഡിങ് ആണ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 സ്നാപ്ഷോട്ടാണ് ഇതിനകത്തുള്ളത്. ഒരെണ്ണം നോട്ട് എൻക്രിപ്റ്റഡും ഒരെണ്ണം എൻക്രിപ്റ്റഡ് വോളിയം സ്നാപ്ഷോട്ടുമാണ് ഉള്ളത്. ഈ എൻക്രിപ്റ്റ് ചെയ്ത സ്നാപ്ഷോട്ടിൽ നിന്നാണ് നമുക്കിനി വോളിയം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നേരെ ആക്ഷനിൽ പോവുക, ക്രിയേറ്റ് വോളിയം കൊടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വോളിയം ടൈപ്പ് എന്താണെന്നുള്ളതൊക്കെ ചൂസ് ചെയ്യുക. സൈസ് എന്താണെന്ന് ചൂസ് ചെയ്യുക. അവൈലബിലിറ്റി സോൺ നേരത്തെ ചൂസ് ചെയ്യുക. സെയിം സോൺ തന്നെ വേണം കൊടുക്കാനായിട്ട്. നമുക്ക് EC2 അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ സെയിം തന്നെ കൊടുക്കുക. അതായത് എൻക്രിപ്ഷൻ എനേബിൾഡ് ആണ്. നമുക്കിനി അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ താഴത്തേക്ക് വരിക. ടാഗ് നെയിം എന്താണെന്ന് വെച്ചാൽ അതും കൊടുക്കുക. അപ്പോൾ ഞാൻ നെയിം കൊടുത്തിട്ട് ജസ്റ്റ് എൻക്രിപ്റ്റഡ് വോളിയം തന്നെ കൊടുക്കുകയാണ്. എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. എന്നിട്ട് ക്രിയേറ്റീവ് വോളിയം കൊടുക്കുക. ഇപ്പോൾ ഞാൻ വോളിയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. ഇനി നേരെ വോളിയം ടാബിൽ വരിക. വോളിയത്തിൻ്റെ സെക്ഷനിൽ അവിടെ അവൈലബിൾ, അതായത് ആ ബ്ലൂ കളർ കാണുന്നതാണ് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത വോളിയം. അപ്പോൾ ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ എൻ്റെ ആ വോളിയം എൻക്രിപ്റ്റഡും ആണ്. അതുപോലെ ഇപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ ഉള്ള റണ്ണിങ് ആയിട്ടുള്ള സർവറിൽ യൂസ് ചെയ്യുന്ന വോളിയം ആ വിൻഡോസ് 2016 എന്ന് പറഞ്ഞ വോളിയമാണ്. അത് ഇൻ യൂസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിറ്റാച്ച് ചെയ്തിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത വോളിയം അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അടുത്ത നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ഡിവൈസ് നെയിം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും എറർ അടിക്കും. അപ്പോൾ അത് മാറരുത് ഒരിക്കലും. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻസ്റ്റൻസിൽ പോയിട്ട് നമുക്ക് ഇനി ആ ഇൻസ്റ്റൻസ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ വോളിയം മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തതിന് ശേഷം ആക്ഷനിൽ പോവുക. ഇൻസ്റ്റൻസ് സ്റ്റേറ്റിൽ പോയിട്ട് സ്റ്റോപ്പ് ഇൻസ്റ്റൻസ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റൻസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തു. അത് സ്റ്റോപ്പ് ആയതിനു ശേഷം വോളിയം ഡിറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ എൻ്റെ വോളിയം കിടക്കുന്ന പഴയ വോളിയം തന്നെയാണ് ഞാനിപ്പോഴും മാറ്റിയിട്ടുള്ള. എൻക്രിപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ല. ഈ വോളിയം നമുക്ക് മാറ്റി ഡിറ്റാച്ച് ചെയ്തിട്ട് വേണം പുതിയ വോളിയം അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇപ്പോഴും ആയിട്ടില്ല. ഇൻ യൂസ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നോക്കാം. രണ്ടിൻ്റെയും വോളിയം ഐ ഡി ഡിഫറൻ്റ് ആണ്. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോഴും സർവർ ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി വോളിയത്തിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഡിറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ വിൻഡോസ് 2016 എന്ന് പറഞ്ഞ വോളിയം സെലക്ട് ചെയ്തിട്ട് ഡിറ്റാച്ച് ചെയ്യുവാണ്. ഡിറ്റാച്ച് വോളിയം കൊടുക്കുക. യെസ്, ഡിറ്റാച്ച് കൊടുക്കുക. ഇപ്പോൾ അത് അവൈലബിൾ സ്റ്റേറ്റിലേക്ക് വരും. ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇപ്പോൾ രണ്ടും അവൈലബിളായി. ഇപ്പോൾ ആ ഇൻസ്റ്റൻസിൽ ഒരു വോളിയം അറ്റാച്ച് ചെയ്തുള്ള
ഇനി നമുക്ക് എൻക്രിപ്റ്റ് ചെയ്ത വോളിയം ആ ഇൻസ്റ്റൻസിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അത് ചൂസ് ചെയ്തതിന് ശേഷം ആക്ഷൻ എടുക്കുക, അറ്റാച്ച് വോളിയം കൊടുക്കുക, ഏതാണോ ഇൻസ്റ്റൻസ് എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ എൻ്റെ വിൻഡോസ് 2016 ആണ്, അത് ഞാൻ കൊടുത്തു. സ്റ്റോപ്പ്ഡ് ആണ് സെർവർ. അതേപോലെ ഇവിടെ ഡിവൈസ് നെയിമാണ് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ /dev SDA1 ഇതാണ് കൊടുക്കേണ്ടത്. ഇവിടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് നോട്ട് ചെയ്യാൻ പറഞ്ഞത്, എറർ അടിക്കും. അവർ അവിടെ പറയുന്നുണ്ട് ഓരോ വിൻഡോസിനും ലിനക്സിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് പേസ്റ്റ് ചെയ്യുകയാണ്. dev SDA1 ഞാൻ കൊടുത്തു, അറ്റാച്ച് കൊടുത്തു. ഇപ്പോൾ എൻ്റെ പുതിയ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള വോളിയം ആ ഇൻസ്റ്റൻസിലേക്ക് ഞാൻ അറ്റാച്ച് ചെയ്തു. അതിൻ്റെ സ്റ്റേറ്റ് ഇൻ യൂസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി നേരെ ഇൻസ്റ്റൻസിൽ ടാബിൽ വന്നതിന് ശേഷം ആ സെർവർ റൺ ചെയ്യുക, അത് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് വോളിയത്തിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇപ്പോഴും അത് എഫക്റ്റ് ആയിട്ടില്ല. ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ് ഞാൻ. ഇപ്പോൾ സ്റ്റോറേജിൽ ഞാൻ സെർവർ സെലക്ട് ചെയ്ത് സ്റ്റോറേജിൽ വന്നു കഴിഞ്ഞാൽ കാണാം പുതിയ വോളിയം ID വന്നു. അതേപോലെ തന്നെ എൻക്രിപ്റ്റഡ് എന്നുള്ളത് യെസ് ആയിട്ടുണ്ട്. അതിൻ്റെ കീയും കാര്യങ്ങളെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റൻസ് സ്റ്റേജിൽ പോയിട്ട് സ്റ്റാർട്ട് ഇൻസ്റ്റൻസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ടാവില്ല. ഇപ്പോൾ ഇൻസ്റ്റൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് ഇപ്പോഴും പെൻഡിങ് സ്റ്റേറ്റ് ആണ്. റിഫ്രഷ് ചെയ്ത് നോക്കുക. അത് റണ്ണിങ് ആയിട്ടുണ്ട്. വിൻഡോസ് സെർവർ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും അപ്പായിട്ട് വരാനായിട്ട്. അതുപോലെ നമ്മൾ നേരത്തെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നിന്ന് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് ആഡ് ചെയ്യണം. ഇപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് എടുത്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ സർവീസ് നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ RDP മാത്രമേ കൊടുത്തിട്ടുണ്ടായുള്ളൂ. നിങ്ങൾക്ക് വെബ് സെർവർ എന്തെങ്കിലും റണ്ണിങ് ആയിരുന്നെങ്കിൽ അതെല്ലാം ഇവിടെ അലോ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ RDP മാത്രം എൻ്റെ IP നിന്ന് അലോ ചെയ്യുവാണ്. അത് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 80 443 അങ്ങനെയൊക്കെ വെബ് സെർവറാണെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇപ്പോൾ എൻ്റെ സെർവർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാനപ്പോൾ അതിൻ്റെ പബ്ലിക് IP എടുത്തിട്ട് ആ RDP വഴി കണക്ട് ചെയ്യുവാണ്. യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. ഇപ്പോൾ എൻ്റെ സെർവറിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്, വർക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു EBS വോളിയം എൻക്രിപ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഡാറ്റ എല്ലാം ഉണ്ടോ, എല്ലാം ഓക്കെ ആണോ എന്നുള്ളതെല്ലാം വെരിഫൈ ചെയ്യുക. എല്ലാം വർക്കിംഗ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പഴയ സ്നാപ്ഷോട്ടും പഴയ വോളിയം കുറച്ച് ദിവസം കീപ്പ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അത് തന്നെ ഡാറ്റ എല്ലാം ഓക്കെ ആണെന്നുള്ള കൺഫേം ചെയ്യാനായിട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഇപ്പോൾ പഴയ വോളിയം റിമൂവ് ചെയ്യുക. അതേപോലെ സ്നാപ്ഷോട്ടും റിമൂവ് ചെയ്യുക. നമുക്കിനി അത് വെക്കണ്ടല്ലോ. കുറച്ച് ദിവസം കീപ്പ് ചെയ്തതിന് ശേഷം വേണം കളയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.